ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോയി വന്നതിന് ശേഷം വീട്ടിൽ അച്ഛനും മോളും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന മിൻസി ചേച്ചിയുടെ അനിയൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അവൾക്കൊരു കട്ടിലുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രഹസനമാണ് ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ. ഇന്ന് വരെ ഏട്ടൻ അവളോട് കൈ ചൂണ്ടി സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അന്ന് അതും ഞാൻ കാണുകയും ചെയ്തു. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ കല്യാണത്തിന് പോണത്. വരുന്ന വഴി എനിക്ക് ഓർമ്മ ഉണ്ടായത്. പിന്നെ വേഗം ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പോയിരുന്നു. വന്നിട്ട് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ച് നേരത്തെ പണിയുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം വെട്ടത്തിലാകെ അടുപ്പിച്ചത്. അതിനൊന്നും രണ്ടും പറഞ്ഞ് തല്ലലും ചീത്ത പറയലും. അതിൻ്റെ ഇടയിൽ കൂടെ ഇവള് ബിഗ് ബോസ് ഞാൻ കാണുന്നത് നിർത്തി വെക്കലും പൗസ് ചെയ്തിടും. 2 റിമോട്ടും കയ്യിൽ പിടിച്ചിരിക്കും. എന്നിട്ട് ഇരുന്ന് ബഹളം വെക്കും. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങോട്ട് മാറി നോക്കിയപ്പോൾ അച്ഛൻ്റെയും ചീത്തയും കേട്ട് കരഞ്ഞിരുന്ന മുതൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷാളും മേത്ത് വിരിച്ചിട്ട് അച്ഛൻ്റെ കൂടെ പോയി കിടക്കുന്നത്. ഞാൻ ചോദിച്ചു നാണാവുന്നില്ലേ നിനക്കെന്ന്. ഇത്രയും നേരം അച്ഛൻ്റെ കുറ്റം പറഞ്ഞു. എൻ്റെ അച്ഛനല്ലേ, ഞങ്ങൾ തമ്മിലല്ലേ. ഞാൻ വിചാരിച്ചു ഓന്ത് പോലും ഇങ്ങനെ നിറം മാറും. എന്നിട്ട് അവർ രണ്ടുപേരും ഡിസ്കഷൻ എന്താ വെച്ചാൽ മോഹൻലാലിൻ്റെ ഷർട്ട് ആ പെൺകുട്ടി പറഞ്ഞ ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഞാൻ എന്നിട്ട് അത് കൂടെ എഴുന്നേറ്റ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഓന്ത് പോലും ഇത്രയും ഭംഗിയായിട്ട് നിറം മാറില്ല കേട്ടോ. അതുപോലും